ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയുന്ന വിഷയം ജേണൽ എൻട്രീസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാം. നമുക്കിപ്പോൾ എല്ലാവർക്കും ജേണൽ എൻട്രീസൊക്കെ അറിയുന്ന ആൾക്കാരാവും, എന്നാലും പക്ഷേ വളരെ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം അതാണ് ഞാനിന്നിവിടെ പറയുന്നത്. അതിപ്പോൾ ബികോമിന് പഠിക്കുന്നവർക്കായാലും പിന്നെ +2 അക്കൗണ്ടിങ് പഠിക്കുന്നവർക്കായാലും പിന്നെ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും വല്ല സംശയം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഈസിയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസ് അറിയുന്നതിന് മുമ്പ് നമുക്ക് ജേണൽ എന്താണെന്ന് അറിയണം. ജേണൽ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ബുക്കിലുള്ള മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ ഒക്കർ. അതായത് ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകൾ, അതായത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ, അതൊരു ഓർഡറിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നതാണ് ജേണൽ. അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഒരു ഷോപ്പ്, എവിടെയായാലും ആ സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസുകൾ ഒരു ഓർഡറിൽ എഴുതി വെക്കുന്ന ബുക്കിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. ഈ അതായത് എഴുതി വെക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ജേണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ജേണൽ ബുക്കിൽ എഴുതി വെക്കുന്ന പ്രക്രിയയാണ് ജേണലൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ജേണൽ എൻട്രീസ്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസ് എങ്ങനെ പാസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ആദ്യം നമുക്ക് 3 റൂളാണ് ജേണൽ എൻട്രി പാസ് ചെയ്യാനുള്ളത്. നമ്മളത് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അസറ്റ്, എക്സ്പെൻസസ്, ഇൻകം, ലാബിലിറ്റി ഇതൊക്കെ ഞാൻ വിശദമായിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ബേസിക് അക്കൗണ്ടിങ്ങിൽ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ, അതായത് അസറ്റും ലാബിലിറ്റീസും ഒക്കെ എന്താണ്, എങ്ങനെയാണ്, അതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ജേണൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അത് എല്ലാവർക്കും അറിയാം, എന്നാലും ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ പോയി അത് കണ്ടതിന് ശേഷം ഇത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് 3 റൂൾസ് നോക്കണം. അതായത് 3 അക്കൗണ്ടാണ് ഇതിനുള്ളത്, റൂൾസ്, ജേണൽ എൻട്രീസിൻ്റെ റൂൾസ്. അതായത് ഫസ്റ്റ് വരുന്നത് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റിനെ സംബന്ധിച്ചിട്ടുള്ള അക്കൗണ്ട് നമ്മളെങ്ങനെ ജേണൽ എൻട്രി ചെയ്യണമെന്നുള്ളതാണ് റിയൽ അക്കൗണ്ടിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ടേംസ് ഇതാണ്. ഡെബിറ്റ് എന്ന് വെച്ചാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അതായത് അസറ്റ് വരുന്നു അല്ലെങ്കിൽ കൂടുന്നു എങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അതായത് അസറ്റ് കുറയുന്നു അല്ലെങ്കിൽ പോകുന്നു എങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതിലിപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയും, അത് അറിയില്ലെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാഷ് ഒരു അസറ്റാണ്, ഫർണിച്ചർ ഒരു അസറ്റാണ്, മെഷീനറി ഒക്കെ ഒരു അസറ്റാണ്. അപ്പോൾ അസറ്റ് കൂടുന്നു അല്ലെങ്കിൽ വരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു പുതിയൊരു കമ്പനിയാണ്, അപ്പോൾ ഒരു മെഷീൻ ആവശ്യമുണ്ട്, നമ്മളിപ്പോൾ മെഷീനറി വാങ്ങിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായി, അസറ്റ് കൂടുകയാണ്. അപ്പോൾ നമ്മളത് ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിലോ അതും അസറ്റാണ്, അപ്പോൾ അവിടെ കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടൊരു മെഷീനറി വാങ്ങിച്ചാൽ അസറ്റ് കൂടുന്നു, അസറ്റ് തന്നെ കുറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കാൻ. എന്താണോ കൂടുന്നത് അപ്പോൾ ഡെബിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ കൂടുന്നത്, മെഷീനറിയാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്, അപ്പോൾ കൂടുന്നത് എന്താണ്, മെഷീനറിയാണ്, അത് വരുന്നത് കൂടുന്നു. അപ്പോൾ മെഷീനറി ഡെബിറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉണ്ടായിരുന്നു, അസറ്റ്, പക്ഷേ അത് പോയി. അതായത് മെഷീനറി വരുമ്പോൾ നിങ്ങൾ ക്യാഷ് കൊടുത്താലല്ലേ മെഷീനറി കിട്ടുള്ളൂ. അപ്പോൾ ക്യാഷ് പോയി, അപ്പോൾ അതിന് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത്രയും ഇത് മനസ്സിലാക്കാനുള്ളൂ. അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റിനെ കുറിച്ചിട്ടുള്ള ഇതാണ് റിയൽ അക്കൗണ്ട്. അസറ്റ് കൂടുന്നുവെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, കുറയുന്നുവെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. നിങ്ങൾ ഈ റിയൽ അക്കൗണ്ടിൽ ഇതാണ് മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് നോമിനൽ അക്കൗണ്ട്. അതായത് ഇതിൽ വരുന്നത് എക്സ്പെൻസസും ഇൻകമാണ്. അതായത് എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്പെൻസസ് ഓർ ലോസസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എല്ലാ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്ന് പറഞ്ഞ നേട്ടങ്ങൾ അതെല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതിലും ഈ എക്സ്പെൻസസും ഇൻകം എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കണം. അത് ഓൾ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുന്നു, ഓൾ ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സാലറി കൊടുത്തു, സാലറി എക്സ്പെൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സാലറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എക്സ്പെൻസസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യുമ്പോൾ അത് കൂടുന്നു തന്നെയാണ് അതിൻ്റെയും അർത്ഥം. അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പെൻസ് കൂടി, നമ്മളിപ്പോൾ സാലറി 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പെൻസ് കൂടി, അതായത് എക്സ്പെൻസായി വന്നു, അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യുന്നു. സാലറി പെയ്ഡ് ബൈ ക്യാഷ്, അപ്പോൾ എന്തായി, നമ്മൾ ഉദാഹരണത്തിന് നോക്കുകയാണ്, സാലറി കൊടുത്തു, ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കണം, 2 അക്കൗണ്ട് വരും. കാരണം ക്യാഷ് എപ്പോഴും അസറ്റാണ്. അപ്പോൾ സാലറി നിങ്ങളുടെ അടുത്ത് നിന്ന് പോയി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസായി, അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യുന്നു. സാലറി നിങ്ങൾ കൊടുത്തു, അപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് കൂടി, അപ്പോൾ നിങ്ങളത് ഡെബിറ്റ് ചെയ്യുന്നു.
മറിച്ച് നിങ്ങളുടെ ആ സാലറി കൊടുത്തപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. ക്യാഷ് പോയപ്പോൾ അസറ്റ് പോയി. അസറ്റ് പോകുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഒരു സാലറി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ഇൻകം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു കമ്മീഷൻ കിട്ടി. കമ്മീഷൻ എന്താണെന്നൊക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോയിലുണ്ട്. കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ്, അവിടെ നമുക്ക് എന്തായി? ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഇൻകമാണ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ 2 അക്കൗണ്ട് ഉണ്ട്, കമ്മീഷനും ക്യാഷും. ക്യാഷ് നമുക്ക് കിട്ടി, അപ്പോൾ ക്യാഷ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു, അപ്പോൾ കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യുന്നു. അതായത് ഓൾ ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻകംസൊക്കെ ക്രെഡിറ്റിലാണ് വരിക. അപ്പോൾ ഇതാണ് നോമിനൽ അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് ഉദ്ദേശിച്ചിട്ടാണ് പേഴ്സണൽ അക്കൗണ്ട് വരിക. അതായത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഒരു ഇടപാടുകളിൽ സ്വീകരിക്കുന്ന വ്യക്തിയെയാണ് ഡെബിറ്റ് ചെയ്യുക. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് നമുക്കിപ്പോൾ ഒരു കിരൺ, നമ്മളൊരു ക്യാഷ്, ഒരു കിരൺ അല്ലെങ്കിൽ ഒരു ജോയ്, ആർക്കെങ്കിലും ഒരാൾക്കൊരു ക്യാഷ് 1000 രൂപ കൊടുത്തു. അപ്പോൾ അത് നമ്മൾ എന്തിനു കൊടുത്തു? അയാൾക്കൊരു ആവശ്യത്തിന് എന്തെങ്കിലും ഇതിന് അഡ്വാൻസ് ആയിട്ടോ എന്തെങ്കിലും കൊടുത്തു. അപ്പോൾ നമ്മളവിടെ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട്. അതുപോലെ അതായത് ആ കൊടുത്ത ആളാണ്, നമ്മളിപ്പോൾ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, പക്ഷേ ഡെബിറ്റ് റിസീവർ ആരാണ്? ഡെബിറ്റ് ദ റിസീവർ. കിരൺ എന്ന് പറയുന്ന ആൾക്കാണ് ക്യാഷ് റിസീവ് ചെയ്തിരിക്കുന്നത്. അയാളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് ക്യാഷ് ചെയ്യുന്നു. അതായത് റിസീവർ ആരാണോ കമ്പനിയുടെ ക്യാഷുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിസീവ് ചെയ്യുന്നത്, ആളുകളോ അല്ലെങ്കിൽ കമ്പനി ആവാം, അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിക്ക് ക്യാഷ് കൊടുക്കുന്നു, ഒരു പേഴ്സൺ അല്ല കമ്പനിക്ക്, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിന് ക്യാഷ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ബാങ്കാണ് വരുന്നത്. അതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. കമ്പനി അതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ പേഴ്സണായിട്ട് അതിന് വാങ്ങിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് ഗിവർ, കൊടുക്കുന്ന ആളെ. ഇപ്പോൾ ചിലപ്പോൾ ക്യാഷ് കൊടുക്കുന്നില്ല, ബാങ്ക് നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോയിട്ടില്ല, ബാങ്കിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പോൾ ബാങ്കും അവിടെ ഒരു കിരൺ എന്ന് പറയുന്ന ആൾക്ക് ബാങ്ക് ക്യാഷ് കൊടുത്തു നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ബാങ്കാണ് എന്തിൽ വരിക? കൊടുത്തിരിക്കുന്നത് ക്രെഡിറ്റിൽ വരിക. കിട്ടിയിരിക്കുന്നത് ആരാണ്? റിസീവർ. അതായത് ക്യാഷ് കിട്ടിയിരിക്കുന്നത് കിരണിനാണ്. അപ്പോൾ ഡെബിറ്റ്. അതാണ് ഈ 2 അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാനിവിടെ ഫസ്റ്റ് ചെയ്ത എക്സാമ്പിൾ, രവി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹20,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ കിട്ടിയാലും ആദ്യം അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 അക്കൗണ്ട് ഉണ്ടാക്കണം. അതാണ് ജേണൽ എൻട്രീസ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് എന്ത് കിട്ടിയാലും നിങ്ങൾ 2 അക്കൗണ്ട് ആക്കിയിട്ട് മാറ്റണം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് രവി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ അക്കൗണ്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഇതിലൊരു പേഴ്സൺ വന്നിട്ടുണ്ട്, അതായത് രവി സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത്. അതിപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്നതാണ് മൂലധനം, ക്യാപിറ്റൽ. അപ്പോൾ 20,000 രൂപ മൂലധനം കൊണ്ടുവന്നിട്ടൊരു ബിസിനസ് തുടങ്ങി. പക്ഷെ ഇവിടെ ക്യാഷാണോ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇപ്പോൾ രവി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹20,000 വർത്ത് ഫർണിച്ചർ എന്ന് പറയുകയാണ്. അയാൾ 20,000 രൂപയുടെ ഫർണിച്ചർ കൊണ്ടുവന്നിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് രവി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 20,000. അപ്പോൾ ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് വെക്കുക. ബാങ്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ വേറൊരു ഐറ്റംസോ അല്ലെങ്കിൽ സെറ്റോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കണക്കൂട്ടുക. അപ്പോൾ 20,000 ക്യാഷ് കൊണ്ടുവന്നിട്ട് രവി സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്. ഇവിടെ നിങ്ങൾ അതിനാദ്യം എന്ത് ജേണൽ എൻട്രി കിട്ടിയാലും എന്ത് ട്രാൻസാക്ഷൻ കിട്ടിയാലും നിങ്ങളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആക്കണം. അതായത് ഇതിവിടെ ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോണത് രവീസ് ക്യാപിറ്റൽ, അതായത് രവി ക്യാപിറ്റൽ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ 20,000 എന്താണെന്ന് പറഞ്ഞു, ക്യാഷാണ്, വേറെ ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമ്മളത് ക്യാഷായിട്ട് കണക്കൂട്ടും. അപ്പോൾ 2 അക്കൗണ്ട് കിട്ടി, ക്യാഷ് അക്കൗണ്ട്, രവീസ് ക്യാപിറ്റൽ. ഇതിൽ ക്യാഷ് അക്കൗണ്ടിന് ആദ്യം നിങ്ങൾ 2 അക്കൗണ്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടത് ക്യാഷ് എന്താണ്? അസറ്റാണോ, ഇൻകം ആണോ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ എന്താണ്? ക്യാഷ് എന്താണ്? അസറ്റാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവർക്കും അത് റിയൽ അക്കൗണ്ടാണ് അസറ്റിനെ സംബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് നമ്മളിപ്പോൾ ഒരു കമ്പനിയിലെ അക്കൗണ്ടൻ്റായിട്ടാണ് നമ്മൾ സമീപിക്കേണ്ടത്. അപ്പോഴാണ് ഇത് കറക്റ്റ് കിട്ടുകയുള്ളൂ. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾ ആ കമ്പനിയിലെ അക്കൗണ്ടൻ്റാണ്. അപ്പോൾ നിങ്ങൾ ആ കമ്പനിയിലൊരു അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്കാണ് ആ 20,000 അപ്പോൾ കിട്ടുക. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കമ്പനിയിലെ അക്കൗണ്ടൻ്റായിട്ട് ചിന്തിച്ചുകൊണ്ട് വേണം ഈ ജേണൽ എൻട്രീസ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 20,000 രവി എന്ന് പറയുന്ന ആൾ കൊണ്ടു തന്നു. അപ്പോൾ നിങ്ങളെന്ത് മനസ്സിലാക്കണം? ക്യാഷ് അസറ്റാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടിൽ പോവുക,
എന്താണ് ഡെബിറ്റ്. അസറ്റ് വരികയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വന്നു, നിങ്ങൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ നിങ്ങളവിടെ നോക്കി കാണാം. ഞാനതിൻ്റെ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ടുണ്ട്. ഈ ഫോർമാറ്റ് ജേണൽ എൻട്രീസിൻ്റെ ഫോർമാറ്റാണ്. അതായത് ഡേറ്റ് എഴുതും. ഞാനിപ്പോൾ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, വെറുതെ ഒരു ഡേറ്റ് ഞാൻ അവിടെ കൊടുത്തിരിക്കുകയാണ് എക്സാമ്പിളായിട്ട്. പിന്നെ പർട്ടിക്കുലർ എന്താണോ അതിൽ വരുന്നത്, ആ എൻട്രീസ് വരുന്നതാണ് പർട്ടിക്കുലർ ചെയ്ത്. ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഡ്ജറിൻ്റെ പേജുകളൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ഈ 5 കോളംസാണ് ജേണൽ എൻട്രീസിന് ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലായി. അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ സ്പ്ലിറ്റ് ചെയ്തു. ക്യാഷ് രവീസ് ക്യാപിറ്റലാക്കി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്താ, അസറ്റാണോ എക്സ്പെൻസാണോ എന്താണെന്ന് നോക്കിയപ്പോൾ നമുക്ക് അസറ്റാണ്. അപ്പോൾ നമുക്ക് അസറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഇനി സെക്കൻഡ് രവീസ് ക്യാപിറ്റൽ. രവീസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു പേഴ്സണാണ് അവിടെ വന്നിരിക്കുന്നത്. പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് നേരെ പോവുക. പേഴ്സണൽ അക്കൗണ്ട് എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ രവി ക്യാഷ് തന്നിരിക്കുകയാണ് കമ്പനിക്ക്. അപ്പോൾ അതെന്താണ്? ഗിവറാണ്. അപ്പോൾ ക്രെഡിറ്റ്. അത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ. ആരാണോ ക്യാഷ് തരുന്നത് അയാളെ ക്രെഡിറ്റ്. പിന്നെ എനിക്കിപ്പോൾ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അയാൾ റിസീവർ ആകുമ്പോൾ അയാൾ ഡെബിറ്റ്. പേഴ്സണൽ അക്കൗണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രവീസ് ക്യാപിറ്റൽ ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ അടിയിൽ ഒരു ബ്രാക്കറ്റിൽ എഴുതിയിട്ട് കാണാം. നിങ്ങൾക്കറിയാം എല്ലാവർക്കും. അതന്നെ നരേഷൻ എഴുതാണ്. നമുക്കത് ഭാവിയിൽ ഫ്യൂച്ചറിൽ ലെഡ്ജറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് രവി ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, അതായത് രവി കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അത്രേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക് 10,000. ഇവിടെയും നമ്മൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് അറിയാലോ നിങ്ങൾക്ക്, 2 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് ഉണ്ട്, ബാങ്കുണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് 2ആയി സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് അസറ്റാണ്, അപ്പോൾ റിയൽ അക്കൗണ്ട്. പിന്നെ ബാങ്ക് പേഴ്സണലാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടിൻ്റെ റൂൾസ് നോക്കുക. ക്യാഷിൻ്റെ അസറ്റിൻ്റെ റൂൾസ്, അസറ്റ് വന്നാൽ ഡെബിറ്റ് ചെയ്യണം, പോയാൽ ക്രെഡിറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ക്യാഷ് പോയിരിക്കുകയാണ് ബാങ്കിലേക്ക്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാഷ് ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. പിന്നെ ആർക്കാണ് ക്യാഷ് കിട്ടിയിരിക്കുന്നത്? റിസീവർ. അതായത് ബാങ്ക് ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, അതിൻ്റേത് റിസീവറിൻ്റെ ഡെബിറ്റും ഗിവർ ക്രെഡിറ്റുമാണ്. നമ്മൾ ക്യാഷ് കൊടുത്തപ്പോൾ റിസീവ് ചെയ്തത് ബാങ്കാണ്, അപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടത് റിസീവ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ആരാണ് കൊടുക്കുന്നത്. അത് ബാങ്കാവാം, പേഴ്സണാവാം, ആരും ആവാം. അപ്പോൾ ബാങ്കാണത് റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആൾ ഡെബിറ്റാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അത്രേ ഉള്ളൂ അത്. അടുത്തത് ബ്രോട്ട് ഫർണിച്ചർ ഫോർ 5,000. നമ്മളൊരു ഫർണിച്ചർ വാങ്ങിച്ചു. ഇവിടെയും നമുക്ക് 2 അക്കൗണ്ട് ആക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്ത് 2 അക്കൗണ്ട് എങ്ങനെ ആക്കും? ഇവിടെ 5,000 എന്നേ പറഞ്ഞിട്ടുള്ളൂ. ക്യാഷാണോ ക്രെഡിറ്റിൽ വാങ്ങിച്ചോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇങ്ങനെ എന്ത് എൻട്രി കണ്ടാലും അത് ക്യാഷായിട്ടാണ് ഇതിൽ കണക്ക് കൂട്ടുക. അപ്പോൾ 2 ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഫർണിച്ചറാണ്, നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു, മറ്റൊന്ന് ക്യാഷാണ്. ഇവിടെ ഇത് രണ്ടും സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ ഇത് രണ്ടും ഏത് ഇതിൽ വരും നോക്കുക, രണ്ടും അസറ്റാണ്. അപ്പോൾ റിയൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? ഫർണിച്ചറാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ക്യാഷ് കൊടുത്തിട്ട് ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പോൾ വന്നത് ഡെബിറ്റും പോയത് ക്രെഡിറ്റും. അപ്പോൾ വന്നത് ഫർണിച്ചർ ആയതുകൊണ്ട് ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. അതിൻ്റെ നരേഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ. അടുത്തത് സാലറി പെയ്ഡ് 2,000. നമ്മളൊരു എക്സ്പെൻസസ് ആണ് സാലറി, അത് നമ്മൾ 2,000 കൊടുത്തു. അതും എങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷായിട്ട് കണക്ക് കൂട്ടുക. അപ്പോൾ സാലറി അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ടും. ഇനി സാലറി അതിൽ വരും. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം, സാലറി നോമിനൽ അക്കൗണ്ട്. എക്സ്പെൻസസും ഇൻകത്തിനെയും പറ്റി പറയുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. അപ്പോൾ സാലറി ഒരു എക്സ്പെൻസസ് ആണ്, അപ്പോൾ ഡെബിറ്റ് ചെയ്യണമെന്നറിയാം നമുക്ക്. ഓട്ടോമാറ്റിക്കലി സാലറി അക്കൗണ്ട് ഡെബിറ്റ്. പിന്നെ ക്യാഷ് ഒരു അസറ്റാണ്, റിയൽ അക്കൗണ്ടിൽ ക്യാഷ് പോയിരിക്കുകയാണ്, ക്യാഷ് പോയാൽ ക്രെഡിറ്റ്. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാം. നിങ്ങൾ ആ 3 റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ എൻട്രി എഴുതാൻ പറ്റും. അടുത്തത് നോക്കാം. കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ എന്താണ്? ഇൻകമാണ്. ഇൻകം റിസീവ് ചെയ്താൽ നമ്മൾ നോമിനൽ അക്കൗണ്ടിൽ പറഞ്ഞു, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. കമ്മീഷൻ ക്യാഷ്, അതായത് ഇൻകം ക്യാഷ് റിസീവ് ചെയ്തു, കമ്മീഷനായിട്ട് 2,500 രൂപ റിസീവ് ചെയ്തു. അപ്പോൾ നമ്മൾ കമ്മീഷൻ എന്താണ്? നോമിനൽ അക്കൗണ്ടാണ്. ക്യാഷ് നമുക്കറിയാം റിയൽ അക്കൗണ്ടാണ്. അപ്പോൾ കമ്മീഷൻ എന്ന് പറയുന്നത് ഓൾ ഇൻകം ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ക്യാഷ് നമുക്ക് വന്നിരിക്കുകയാണ്, അത് റിയൽ അക്കൗണ്ടാണ്, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, അതായത് ക്യാഷ് വന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. അത്രേ ഉള്ളൂ. അടുത്തത് ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ 4,000. ഇവിടെ ചെക്ക് എന്ന് നമ്മൾ എവിടെ കണ്ടാലും അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണമല്ലോ ട്രാൻസാക്ഷൻ.
നമ്മൾ നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ക്യാഷായിട്ട് കണക്ക് കൂട്ടാൻ പറഞ്ഞു. ഇവിടെ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അത് നമ്മുടെ കയ്യിൽ കിട്ടില്ല. അത് ബാങ്കിൽ പോയിട്ട് ബാങ്കിലാണ് ക്യാഷ് കിടക്കുക. അപ്പോൾ അത് നമ്മളെപ്പോഴും ബാങ്കായിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമറാണ്, അവിടെ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കമ്പനി ആവാം, ഒരു കസ്റ്റമർ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ വേറെ സ്ഥാപനം വാങ്ങിക്കാമല്ലോ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ ബാങ്കാണൊന്ന്, മറ്റേത് കസ്റ്റമർ. രണ്ടും പേഴ്സണാണ് ഇവിടെ. അതായത് രണ്ടും ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ഒന്നുകിൽ പേഴ്സൺ ആവാം കസ്റ്റമർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആർക്കാണ് പൈസ കിട്ടിയിരിക്കുന്നത്, ആരാണ് കൊടുത്തിരിക്കുന്നത്, അതാണ് മനസ്സിലാക്കേണ്ടത്. ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. ഇവിടെ ആരാണ് റിസീവ് ചെയ്തിരിക്കുന്നത്? ബാങ്കാണ്. അപ്പോൾ ബാങ്ക് റിസീവറാണ്. അപ്പോൾ ബാങ്ക് ഡെബിറ്റ് ചെയ്യണം. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ ചെക്ക് പോയിരിക്കുകയാണ്. അതായത് ചെക്കിൽ ക്യാഷ് ഉണ്ടല്ലോ, അത് പോയിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ ഗിവറാണ്, കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ ക്രെഡിറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. അതായത് ഡെബിറ്റ് ദ റിസീവറും ക്രെഡിറ്റ് ദ ഗിവർ. റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റും കൊടുക്കുന്ന ആളെ ക്രെഡിറ്റും ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു കസ്റ്റമർ. ഇനി നെക്സ്റ്റ് ഒരു ഉദാഹരണം നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ, ഇത് ആർക്കാണ് സോൾഡ് ചെയ്തൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ സോൾഡ് അല്ലെങ്കിൽ പർച്ചേസിൽ നിന്ന് വരുമ്പോൾ നമ്മളെപ്പോഴും സെയിൽസ് അക്കൗണ്ട് അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇവിടെ 2 അക്കൗണ്ടായി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് അക്കൗണ്ട് ഒന്ന്, മറ്റേത് ക്യാഷ്. ക്യാഷ് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് 6,000 രൂപയ്ക്ക് നമ്മൾ സാധനം വിറ്റു. അപ്പോൾ നമുക്ക് എന്തായി? വിറ്റ് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. സെയിൽസ് എന്താണ്? എക്സ്പെൻസസ് ആണ്, ഇൻകമാണ്. നമ്മളത് മറ്റേ ആദ്യത്തെ വീഡിയോയിലുണ്ട്, അതൊന്നുകൂടി പറയുകയാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. സെയിൽസ് നമ്മുടെ ഇൻകമാണ്, ക്യാഷ് അസറ്റാണ്. അപ്പോൾ 2 അക്കൗണ്ട് നോക്കുക, റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? സെയിൽസ് ക്രെഡിറ്റ് ആയിരിക്കും, കാരണം ഇൻകമാണ്, ഇൻകം ക്രെഡിറ്റ് ആണ്. നോമിനൽ അക്കൗണ്ടിൽ ഇൻകം ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് നമുക്ക് വന്നിരിക്കുകയാണ്, ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് വന്നു. അപ്പോൾ അസറ്റ് വന്നാൽ ഡെബിറ്റ്. അപ്പോൾ ഒന്നുമില്ല, ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്. അതാണ് സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. ക്യാഷിന് നമ്മൾ സാധനം വിറ്റു അതിൻ്റെ നരേഷൻ, അതാണത്. അടുത്തത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഞാൻ നേരത്തെ പറഞ്ഞു, സെയിൽസ് പർച്ചേസൊക്കെ വരുമ്പോൾ നമ്മൾ 2 അക്കൗണ്ടായി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് എന്നാണ് എടുക്കുക, അല്ലെങ്കിൽ സെയിൽസ് എന്നാണ് എടുക്കുക. ഇവിടെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എടുത്തു, പിന്നെ ക്യാഷാണ് പർച്ചേസ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ക്യാഷാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്. ഇവിടെയും ഇതുപോലെ നമ്മൾ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടാണ് വരിക. പർച്ചേസ് എക്സ്പെൻസസ് ആണ്, അത് എക്സ്പെൻസസ് ഡെബിറ്റാണ്. അപ്പോൾ പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തു. അപ്പോൾ ക്യാഷ് പോയി കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. നിങ്ങൾക്ക് ഇത്രയും ഉദാഹരണത്തിൻ്റെ ആവശ്യമില്ല, മനസ്സിലാവും. എന്നാലും ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും ഉദാഹരണം മാത്രമേ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരുപാട് ഉദാഹരണമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഉദാഹരണവുമായി വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്.